പടമായിരുന്നു, പൊളി പടം. കളിയായിരുന്നു. ഗ്ലൂക്കോസ് പൊടി നല്ല കളിയായിരുന്നു. എല്ലാവരും 5 കളി കാണാൻ വന്ന് ഈ സീസണിൽ 5 കളി കാണാൻ വന്നതിൽ 4 കളി തോറ്റ് വടകര എന്ന ട്രാവലർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ജയിച്ചാൽ നല്ല സന്തോഷമുണ്ട്. അങ്ങനെ അടുത്ത വർഷം പുതിയ പ്ലേയേഴ്സ് കാണും. ജയിക്കുമെന്ന് പ്രതീക്ഷിക്കും. അതാണ് ഞങ്ങളുടെ ബ്ലാസ്റ്റേഴ്സ്. അടുത്ത വർഷം പുതിയ പ്ലേയേഴ്സ് ആണ്. നല്ല കളിയായിരുന്നു. നോവയുടെ ഗോൾ കിട്ടില്ല ഗോള് അതൊന്നും വീട്ടിൽ പോയിട്ടാണ് ഒന്നുകൂടി ഹൈലൈറ്റ്സ് എടുത്ത് കാണാൻ പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ 9 വെച്ചല്ലേ പിടിച്ചിട്ട്. അപ്പൊ ഇങ്ങനെ കളി സിമ്പിൾ ആയിട്ട് ആയിരിക്കും നമ്മള് എന്നും. പ്ലേ ഓഫിന് ഇപ്പൊ ഈ നിൽക്കുന്ന ഫോമിൽ തന്നെ പോകാൻ ഇൻഷാല്ലാ പ്ലേ ഓഫിൽ കയറാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സ് സച്ചിനൊരു പുതിയ ഗ്ലൗസ് വാങ്ങിച്ചു കൊടുക്കണം. സച്ചിന്റെ തട്ടിയിടുക, പിന്നെ അടിച്ച് കയറ്റൂല, കേറ്റൂല, പറ കേറ്റൂല. ആ പുള്ളിക്കൊരു മാനേജ്മെന്റ് ഒരു ഇത് വാങ്ങിച്ചൊരു ഗ്ലൗസ്. സൂപ്പറായിരുന്നു. പിന്നെ അല്ല അതുകൊണ്ടല്ലേ വന്നത്. അത് പറയാൻ പറ്റൂല, എന്നാലും നോക്കാം നമുക്ക്. കളിയുന്നത് ഔട്ട് മാനേജ്മെന്റ് ഔട്ട് അത്രേ പറയാനുള്ളൂ. കളിയൊന്നും പറയാനില്ല. മാനേജ്മെന്റ് നോക്കി കളി ജയിച്ചോ നമ്മൾ ഇതാക്കുന്നില്ല, കാര്യമാക്കുന്നില്ല. കളി പൊട്ടി. നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. തീർച്ചയായിട്ടും ലൂണയൊക്കെ ഉള്ളപ്പം ജയിക്കൂലേ നമ്മള്. സൂപ്പറായിരുന്നു. മാത്രമല്ല 3 പേരും ഗോൾ അടിച്ചു. വളരെ നല്ല കളി. കുറെ ചാൻസ് വെറുതെ മാക്സിമം ഒറീസ ഡിഫെൻഡ് ചെയ്തു. അതിനെ നമ്മൾ വെല്ലിക്കൊണ്ട് നന്നായി ഗോൾ അടിച്ചു. പ്ലേ ഓഫ് ഉറപ്പായിട്ടും കയറുമല്ലോ. പുരുഷോത്തം തന്നെ മതി. മഞ്ഞപ്പട ഇല്ലായിരിക്കുന്നത് നല്ലത്, സത്യം പറയാലോ. വേറെ കാര്യമുണ്ട്, ഈ മഞ്ഞപ്പട വന്ന് അലമ്പുണ്ടാക്കുന്നുണ്ട്. അതില്ലാതിരുന്നാൽ കളി ജയിക്കും. നമ്മൾ എതിർക്കാൻ വേണ്ടി മഞ്ഞപ്പട വന്നാൽ കളി ജയിക്കും. അങ്ങനെയാണല്ലോ ഇതുവരെയുള്ള അനുഭവം. ബേസിക് ഫുട്ബോൾ കളിച്ചാൽ ജയിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു, കൂടുതൽ എക്സ്പെരിമെന്റ് ഒന്നും നടത്താതെ. അതൊരു പ്രശ്നമല്ല. അത് അത്ര നേരത്തെ അടിച്ചുകൊണ്ട് തന്നെ നമുക്ക് അത് മാച്ചിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റും. പ്രതീക്ഷിച്ചിരുന്നു. കാരണം നമ്മൾക്ക് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും നല്ല ഫയർ പവറായ ജീസസ്, പെപ്ര, നോവ, ലൂണ, ഇവർ 4 പേരും ഗ്രൗണ്ടിലുള്ളപ്പോൾ ഗോൾ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്ന 100% ഷുവർ ആയിരുന്നു. ടു ബി ഫ്രാങ്ക്, നോ. കിട്ടില്ല കളി ഇല്ലല്ലോ. ഒരിക്കലും ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. ജയിച്ചു. എന്തായാലും സൂപ്പർ കളി. ടീം കത്തും. നമുക്ക് മാനേജ്മെന്റും ടീമും പാടെ ഒരു കണക്ഷനായ ഒന്നും പാടെ സൂപ്പറാവും. ഫാൻസ് കയറും, മണ്ണപ്പാടെ കത്തും. ഓക്കെ രാഹുൽ ക്യാപ്പിയുടെ മുമ്പിലിരുത്തി പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് രാഹുൽ സൈനൊക്കെ കിട്ടി. രാഹുലിന് സൈൻ കിട്ടിയതേ. പഠിക്കും വിചാരിച്ചിരിക്കുന്നേ. പഠിക്കും, അത് ഉറപ്പാണ്. നോവോളത്തോളം കാലം കപ്പടിക്കും. ഇന്നത്തെ താരം നോയാണ്. പക്ക ടെൻഷനാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ തിരിച്ചു വന്ന് ഒന്നടിച്ച്. പക്ഷേ കറക്റ്റായിരുന്നു, ഭയങ്കര പാടായിരുന്നു. പക്ഷെ ടെൻഷൻ അടിച്ച് എങ്കിലും ഞങ്ങൾ സെക്കൻഡ് ഹാഫ് തിരിച്ചു വന്ന്. അതായിരുന്നു എല്ലാവരും ആവശ്യപ്പെടുത്തന്നെ. ലാസ്റ്റ് വളരെ പൊളി പൊളിക്കും. ഞങ്ങൾ ഒന്നും പറയല്ലേ. ജയിക്കാൻ വേണ്ടിട്ടാകും. ജയ അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ വേറെ ഒന്നും വേണ്ട. ജയത്തിനാണ് പക്ഷെ പ്രതീക്ഷ. സച്ചിനെ മാറ്റിയിട്ട് നോറക്കൊരു അവസരം കൊടുക്കണമെന്ന്. പ്രതീക്ഷയോടെ ഞങ്ങൾ മലപ്പുറത്ത് വരുന്നത്. അപ്പൊ ഞങ്ങൾ അത് ജയിക്കും തീർച്ചയായിട്ടും വരും. അതൊക്കെ മലപ്പുറത്തുള്ള ഫാൻസാണ്. പറഞ്ഞു കൊടുക്കും. മലപ്പുറത്ത് വന്നാണ്. കളി വളരെ ഗംഭീരമായിരുന്നു. ടീം ആദ്യം തന്നെ കുറച്ച് മുന്നിലായിരുന്നു. പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ ഫസ്റ്റിൽ ഗോൾ വീണ്. ബാക്കി ജയിക്കുന്ന പ്രതീക്ഷ 100% പ്രതീക്ഷയിലിരിക്കുന്നു. തിരിച്ചു വരുന്നുള്ള 3 ടീം സെറ്റപ്പ് തന്നെയാണ്. മറ്റേ ടീം മോശം തന്നെയാണ്. കളി വളരെ മോശമായിരുന്നു. പക്ഷെ നമ്മളെ ടീം വളരെ ഉഷാറായി കളിച്ചു. ഓക്കെ, കയറും, തീർച്ചയായിട്ടും കയറും. ഇപ്പോൾ 6ാം സ്ഥാനത്തായിട്ട് വന്നില്ല.
അപ്പോൾ എന്തായാലും കയറും. നല്ല കളിയായിരുന്നു. ജയിക്കുന്ന പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വന്നെത്തിരി ദൂരെന്ന് തൃശ്ശൂരിൽ വരാണ്. കുറേ അവസരം കിട്ടി, പക്ഷേ കളഞ്ഞു. എന്നാലും നോവയും ലൂണി നല്ലോണം കളിച്ചു. അവർ മാക്സിമം ട്രൈ ചെയ്ത് എല്ലാ കളിയും അവർ കളിക്കുന്നുണ്ട്. അവർ കളിച്ചു. ഒഡീഷ ജയിക്കുന്നോർത്താണ് വന്നത്. പക്ഷേ കളി അതിമനോഹരമായിരുന്നു. മീൻസ് മൈക്കിൾ സ്റ്റാറെ വിട്ടേ പിന്നെ കേരളയുടെ കളി അടിപൊളിയാണ്. ഐ മീൻ മീൻസ് കുറേ ഷോട്ട് ആവശ്യമില്ലാതെ എടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് സെറ്റാക്കി എല്ലാ കളിയും ഓക്കെയാ. പിന്നെ അലറി സൗണ്ട് ആയിട്ട് പോവാണ്. ബൈ ബൈ. കളി അത്ര പോരാ. അവർ ഡിഫൻസീവ് കളിച്ചുകൊണ്ടാണ് നമ്മൾ ജയിച്ചതെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ അവർ ഒരു സിംഗിൾ ഗോളിൽ തൂങ്ങാൻ ശ്രമിച്ചു. അത് നമുക്ക് ഒരു ഗുണമായെന്ന് മാത്രമേ ഉള്ളൂ. അല്ല നമ്മുടെ കളി കൊണ്ട് ജയിച്ചല്ല. സാധ്യത 8 കളി ബാക്കിയുണ്ട്. ഒരു 6 കളിയും ജയിക്കേണ്ടി വരും. നല്ല കളിയായിരുന്നു. അതെ ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ തിരിച്ചു വന്നിട്ടുണ്ട്. കയറേണ്ടതാണ്. ഈ രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ എല്ലാ മാച്ചിലും പെർഫോം ചെയ്താൽ നമുക്ക് ക്വാർട്ടേഴ്സിലേക്ക് കയറാൻ പറ്റുമെന്ന് വിചാരിക്കണം. നോഹയും അതേ പെപ്പറയും രണ്ടുപേരും ലൂണയും അതെ 3 പേരും നല്ലോണം കളിച്ചിട്ടുണ്ട്. അടിപൊളി ഗോള് എല്ലാവരും. നോഹ ഗോൾ അടിച്ച് ലാസ്റ്റ് ഗോൾ. നോഹ 3ാമത്തെ ഗോള് നോഹ അടിച്ച് 3 കളി ജയിച്ചിട്ടുണ്ട്. അടിപൊളി കളി തിരിച്ചു ഓക്കെ. അടുത്ത ഈ സീസണിൽ നമുക്ക് പഠിക്കാം. തീർച്ചയായിട്ടും 3-1 പക്ഷേ അൺഫോർച്ചുനേറ്റ് ഒരു ഗോൾ കയറി സാധ്യത കാണുന്നു. ഇതേപോലെ കളിക്കുവാണെങ്കിൽ സാധ്യത ഉണ്ടാവും. ഹാഫ് ടൈം കഴിഞ്ഞിട്ട് സൂപ്പറായിരുന്നു. അതെ നല്ല കളിയായിരുന്നു. തിരിച്ചുവരവാണ്. അടിപൊളി സൂപ്പർ. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു, പക്ഷെ സെക്കൻഡ് ഹാഫ് തകർത്തു. കിടില ജിംനസ് ഒന്നും കളി മാറി. സൂപ്പർ കളി. സെക്കൻഡ് ഹാഫ് വരെ പൊളിച്ചടക്കി. നോസതോയി പൊളി. നല്ല കളിയായിരുന്നു. സൂപ്പർ കളി. പൊളിച്ചു ഒരു രക്ഷയില്ല. പൊളി കളി. ടീമിന്റെ ഉറപ്പാണ് തിരിച്ചുവരവാണ്. പൊളി കളി, ഒരു രക്ഷയില്ല. ആയിട്ടില്ല. അടിപൊളി സൂപ്പർ കളി. അടിപൊളി കളിയായിരുന്നു. നല്ല കളിയായിരുന്നു. നല്ല ഉഷാറ് കളി വിചാരിച്ചിരുന്നു. ഏകദേശം കുഴപ്പമില്ല. മാറ്റമുണ്ട്. അടിപൊളിയായിരുന്നു. എത്ര പ്രാവശ്യം ടീമിന്റെ തിരിച്ചുവരവാണ്. അടിപൊളി കളി. തിരിച്ചുവരവ് ഓക്കെ. വെരി ഗുഡ്. നല്ല കളി. സൂപ്പർ കളി. പിന്നെ ഫുൾ കോൺഫിഡൻസ്. പിന്നെ സെറ്റ് കളിയായിരുന്നു. ഇഷ്ടപ്പെട്ടോ? ജയിക്കുന്ന പ്രതീക്ഷിച്ചായിരുന്നോ? ചെറുതായിട്ട്. എങ്ങനെയുണ്ടായിരുന്നു? ജയിക്കുന്ന പ്രതീക്ഷിച്ചായിരുന്നോ? അവസാനത്തെ നോഹയുടെ ഗോളടി എങ്ങനെയുണ്ടായിരുന്നു? പൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ടീമിന്റെ കളി? ജയിക്കുന്ന പ്രതീക്ഷിച്ചിരുന്നോ? വെറുതെ പൊളി കളി. പൊളിച്ച്. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? കളി ഒരു രക്ഷയില്ല. അടിപൊളി. ചേട്ടാ ഇന്നത്തെ കളി എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. സൂപ്പർ തിരിച്ചുവരവായിരുന്നു. അതെ തിരിച്ചുവരും. ജയിക്കുന്ന പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചു. അടിപൊളി കളി. സൂപ്പർ ഒന്നും പറയാനല്ല. അടിപൊളി കളി. അതിന്റെ പ്രതീക്ഷയോട് കൂടി തന്നെ ഞങ്ങൾ കളിയാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ കളിയുടെ താരായിരുന്നു?